Welcome back to another live session from Tiju's Academy. This is Amala Charles from IELTS മാവേലിക്കര. എല്ലാ ലൈവ് സെഷനിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോലെ തന്നെ സ്പീക്കിങ്ങിൽ വളരെ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സിന് ആവശ്യമായിട്ടുള്ള വൊക്കാബുലറിയാണ് നമ്മൾ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഐ തിങ്ക് വി ക്യാൻ വെയിറ്റ് ഫോർ അതേഴ്സ് ടു ജോയിൻ. ഇന്നത്തെ ലൈവ് സെഷനിൽ നമ്മൾ കളേഴ്സ് എന്നൊരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് കളേഴ്സ് ആൻഡ് ഗാർഡനിങ് എന്നൊരു ടോപ്പിക്കും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കളേഴ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ടോപ്പിക്സ് ഗാർഡനിങ് എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരുന്ന സമയത്ത് അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള കുറച്ച് വേർഡ്സും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് വി ക്യാൻ മൂവ് ടു അവർ ഫസ്റ്റ് സ്ലൈഡ്. ഇറ്റ് ഈസ് സിനോണിംസ് ഫോർ കളർ. ഷെയ്ഡ്, a particular form of color, especially when describing how light or dark it is. അതായത് IELTS സ്പീക്കിങ്ങിൽ മിക്കപ്പോഴും പാർട്ട് വണ്ണിലും പാർട്ട് 3-നേക്കാളും പാർട്ട് 2-ൽ വളരെ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കളർ. വാട്ട് കളർ ഡു യു ലൈക്ക്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് പാർട്ട് 2-ലൊക്കെ കിട്ടാറുണ്ട്. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടുന്ന സമയത്ത് സ്പീക്കിങ്ങിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാതെ നന്നായിട്ട് നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് വേർഡ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഫസ്റ്റ് വേർഡ് ഇസ് ഷെയ്ഡ്. ഷെയ്ഡ് മീൻസ് എ പർട്ടിക്കുലർ ഫോം ഓഫ് കളർ, സ്പെഷ്യലി വെൻ ഡിസ്ക്രൈബിങ് ഹൗ ലൈറ്റ് ഓർ ഡാർക്ക് ഇറ്റ് ഇസ്. അതായത് ഒരേ സെയിം കളറിൻ്റെ തന്നെ എത്ര ലൈറ്റാണ് അല്ലെങ്കിൽ എത്ര ഡാർക്കാണ്, അതിൻ്റെ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഒറ്റ കളറിൻ്റെ തന്നെ പല ഷെയ്ഡ്സിലുള്ളത് നമ്മൾ പറയാറുണ്ട്. സോ അതായത് എത്ര ലൈറ്റാണ് എത്ര ഡാർക്കാണെന്നനുസരിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം തീരുമാനിക്കുന്നതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു വേർഡാണ് ഷെയ്ഡ്. ആൻഡ് യു ക്യാൻ യൂസ് ദിസ് വേർഡ് ഇൻ യുവർ സ്പീക്കിംഗ്. ആൻഡ് നമുക്കൊരു എക്സാമ്പിൾ ഉള്ളത് സ്കൈ ബ്ലൂ ഇസ് എ ഷെയ്ഡ് ഓഫ് ബ്ലൂ. അതായത് സ്കൈ ബ്ലൂ എന്ന് പറയുന്നത് ബ്ലൂവിൻ്റെ തന്നെ മറ്റൊരു ഷെയ്ഡാണെന്നുള്ള രീതിയിലാണ് ഒരു എക്സാമ്പിൾ നമുക്കിവിടെ ഉള്ളത്. ദെൻ വി ഹാവ് ഹ്യൂ, ലിറ്ററലി ഓർ ടെക്നിക്കൽ. എ കളർ ഓൺ എ പർട്ടിക്കുലർ ഷെയ്ഡ് ഓഫ് എ കളർ. ഹിസ് ഫേസ് ടുക്ക് on an unhealthy whitish hue. Hue means literally or technical. കുറച്ച് ടെക്നിക്കൽ ഒരു ടേമാണ് ഹ്യൂ എന്ന് പറഞ്ഞാൽ. എ കളർ ഓർ എ പർട്ടിക്കുലർ ഷെയ്ഡ് ഓഫ് എ കളർ. അതായത് ഒരു കളറിന് തന്നെ പർട്ടിക്കുലർ ഷെയ്ഡിന് നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ഹ്യൂ. ദാറ്റ് വി ക്യാൻ യൂസ് ദ സെയിം വേർഡ് whenever we need to say something, some shade, whenever we need to say ഇതൊരു ഷെയ്ഡാണ് അല്ലെങ്കിൽ ഒരു ലൈറ്റർ ഷെയ്ഡാണെന്നൊക്കെ പറയുന്ന സമയത്ത് we can use this word hue in your IELTS speaking. Then we have tint. A shade or small amount of particular color, a faint color covering a surface. Leaves with red and gold autumn tints. അതായത് സ്മോൾ എമൗണ്ട് ഓഫ് പർട്ടിക്കുലർ കളർ. അതായത് നമുക്ക് ഒരു പർട്ടിക്കുലർ കളറിൻ്റെ കുറച്ച് കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് മങ്ങിയാന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു പർട്ടിക്കുലർ കളറിൻ്റെ വളരെ കുറച്ച് ഭാഗം മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ആ കളറിനെ വിളിക്കുന്ന പേരാണ് ടിൻറ്റ്. ടിൻറ്റ് മീൻസ് എ ഷെയ്ഡ് ഓർ സ്മോൾ എമൗണ്ട് ഓഫ് എ പർട്ടിക്കുലർ കളർ. സോ വെനെവർ വി ക്യാൻ സീ എ സ്മോൾ എമൗണ്ട് ഓഫ് എ പർട്ടിക്കുലർ കളർ ഇൻ എ തിങ് ഓർ ഇൻ എ സബ്ജക്റ്റ്, വി ക്യാൻ കോൾ ഇറ്റ് എസ് ടിൻറ്റ്. അതൊരു ടിൻറ്റ് എന്നൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എ ഫെയിൻറ്റ് കളർ കവറിങ് എ സർഫേസ്. യെസ്, ഒരു ഫെയിൻറ്റ് ആയിട്ടുള്ള കളറിനെന്നാണ് നമ്മൾ ഒരു സർഫസിൽ തന്നെ ഫെയിൻറ്റഡ് ആയിട്ടുള്ള കളറിനെ പറ്റിയാണ് നമുക്ക് സംസാരിക്കേണ്ടതെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് വേർഡ് ടിൻറ്റ് യുവർ സ്പീക്കിംഗ്. ദെൻ വി ഹാവ് അനദർ വേർഡ് ടിഞ്ച്. Tinge means a small amount of color. There was a pink tinge on the sky. അതായത് ഒരു ചെറിയ നേരിയ രീതിയിൽ എന്തെങ്കിലും ഒരു കളർ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വേർഡാണ് ടിഞ്ച്. അതൊരു മങ്ങിയ എന്നുള്ള രീതിയിലല്ല, പക്ഷേ വളരെ ചെറിയ എമൗണ്ടിൽ ഒരു കളർ നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് വേർഡ് ടിഞ്ച് ഇൻ യുവർ IELTS സ്പീക്കിംഗ്. സോ നമ്മളുടെ ഈ ഒരു ലൈവ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കളർ എന്നൊരു ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടുള്ള വൊക്കാബുലറിയാണ്. ആൻഡ് അവർ ഫസ്റ്റ് വേർഡ് ഇസ് ഷെയ്ഡ്. ഷെയ്ഡ് മീൻസ് എ പർട്ടിക്കുലർ form of a color, especially when describing how light or dark it is. Okay, hue, a color of or a particular shade of a color. Then we have tint. Tint means a shade or small amount of a particular color, a faint color covering a surface. പിന്നെ നമുക്കൊരു വേർഡ് ഉള്ളത് tinge, a small amount of a color. There was a pink tinge to the sky. So and നമ്മളുടെ നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ കുറച്ച് കൊളോക്കേഷൻസ് ആണ്. കൊളോക്കേഷൻസ് ടു യൂസ് കളർ, ഷെയ്ഡ്, ഹ്യൂ ഓർ ടിൻറ്റ്. അതായത് നോർമലി നമുക്ക് ഇങ്ങനത്തെ വേർഡ്സൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് സ്പീക്കിങ്ങിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പാകത്തിനുള്ള കുറച്ച് കൊളോക്കേഷൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എ വാം, എ റിച്ച് കളർ, എ ഷെയ്ഡ്, ഹ്യൂ, ടിൻറ്റ്. വാം കളർ എന്ന് പറയാം, റിച്ച് കളർ എന്ന് പറയാം, ഷെയ്ഡ് എന്ന് പറയാം, ഹ്യൂ, ടിൻറ്റ്. ഓൾ ദീസ് 4 വേർഡ്സ് യു ക്യാൻ യൂസ് ഇൻ യുവർ IELTS സ്പീക്കിംഗ്. ആൻഡ് പിന്നെ നെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ബ്രൈറ്റ്. കുറച്ചും കൂടി നമ്മൾ കുറച്ച് നേരത്തെ ടിൻറ്റ് അല്ലെങ്കിൽ ഹ്യൂ
ടിൻറ്റ് എന്നൊരു വേർഡ് നമ്മൾ കുറച്ച് മങ്ങിയ കളേഴ്സിനാണ്, അല്ലെങ്കിൽ അത്ര ബ്രൈറ്റ് അല്ലാത്ത കളേഴ്സിനെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നെക്സ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള, അതായത് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള കുറച്ച് വേർഡ്സിനെ പറ്റി അല്ലെങ്കിൽ കുറച്ച് കളേഴ്സിനെ പറ്റി സംസാരിക്കേണ്ട സമയത്ത് ഏതൊക്കെ വേർഡ്സ് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ നെക്സ്റ്റ് കുറച്ച് വേർഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ് ഈസ് എ ബ്രൈറ്റ്. ബ്രൈറ്റ് മീൻസ് നമുക്കറിയാം ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കളറിനെ പറ്റി നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വേർഡ് ബ്രൈറ്റ്. ദ നെക്സ്റ്റ് ഈസ് വിവിഡ്. വിവിഡ് മീൻസ് വെരി ക്ലിയർ, ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് സ്റ്റെയിൻ ഒന്നും ഇല്ലാതെ വളരെ ക്ലിയർ ആയിട്ടൊരു കളറിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വേർഡ് വിവിഡ് ഇൻ യുവർ സ്പീക്കിംഗ്. ദെൻ വി ഹാവ് വൈബ്രൻറ്റ്. വൈബ്രൻറ്റ് മീൻസ് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ള കളറിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വേർഡ് വൈബ്രൻറ്റ് ഇൻ യുവർ IELTS സ്പീക്കിംഗ്. ദെൻ വി ഹാവ് ഡാർക്ക്. ഡാർക്ക് മീൻസ് ലൈറ്റ് അല്ലാത്ത കുറച്ച് കളേഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് ഡാർക്ക് എന്നൊരു വേർഡ് ഉപയോഗിക്കാം. ദെൻ ദ സെയിം സെൻസ്, ആ സെയിം സെൻസിൽ തന്നെ നമുക്ക് ഡീപ്പ് കളർ അല്ലെങ്കിൽ ഡീപ്പ് ഷെയ്ഡ്, ഡീപ്പ് ഹ്യൂ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വേർഡ്സ് ഈ ഒരു സ്പീക്കിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. So collocations to use with color or shade or hue or tint. A warm, a rich color, shade, hue, tint. Then we have a bright, vivid, bright, vibrant, dark, deep color or shade and hue. അങ്ങനത്തെ വേർഡ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. Then we have a pale, pastel, soft, subtle, delicate color, shade, hue. മീൻസ് അതായത് അത്ര ബ്രൈറ്റ് അല്ല എന്നാൽ നമുക്കങ്ങനെ ടിൻറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. മങ്ങിയ അല്ല, പക്ഷെ ഭയങ്കര ബ്രൈറ്റും അല്ല, പക്ഷെ കുറച്ച് നിറം കുറഞ്ഞിട്ടുള്ള കുറച്ച് ലൈറ്റർ ഷെയ്ഡ്സിനൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ കളറിനെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കേണ്ട സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിലുള്ള കുറച്ച് വേർഡ്സാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ് ഇസ് എ പെയിൽ, ദെൻ എ പേസ്റ്റൽ, സോഫ്റ്റ് കളർ, സട്ടിൽ, ദെൻ വി ഹാവ് ഡെലിക്കേറ്റ് കളർ ഓർ ഷെയ്ഡ് ഓർ ഹ്യൂ. സോ നമ്മളങ്ങ് അത്ര ബ്രൈറ്റ് അല്ലാത്ത ഒരു കളറിനെ പറ്റി പറയുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ദെൻ വി ക്യാൻ യൂസ് എ ലൈറ്റ്, സ്ട്രോങ്, ന്യൂട്രൽ, നാച്ചുറൽ കളർ ഓർ ഷെയ്ഡ്. സോ നമ്മൾ ഭയങ്കര ലൈറ്റ് ആണെങ്കിൽ നമുക്ക് ലൈറ്റ് കളർ എന്ന് പറയാം. കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇമോഷൻ കൊടുക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കാണുന്ന ആൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വേർഡ് സ്ട്രോങ്. ദെൻ വി ഹാവ് ന്യൂട്രൽ. അത്ര ലൈറ്റും അല്ല ഡാർക്കറും അല്ലാത്തൊരു ഷെയ്ഡിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വേർഡ് ന്യൂട്രൽ. Then we have natural color or natural shade. So all these collocations we can use while we are speaking about our color when we get a topic color in your IELTS speaking. നെക്സ്റ്റ് സിനോണിംസ് ഫോർ കളർഫുൾ. നമ്മൾ ഭയങ്കര കളർഫുൾ എന്നുള്ളൊരു വേർഡിന് പകരം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിനോണിംസ് ആണ് നമ്മളിപ്പോൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ബ്രൈറ്റ്ലി കളേർഡ് ഓർ ബ്രൈറ്റ് കളേർഡ്. സോ ഭയങ്കര കളർഫുൾ എന്നുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു സെൻറ്റൻസ് പറയണം എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വേർഡാണ് കളർഫുൾ. ഓർ ബ്രൈറ്റ് കളേർഡ് ഓർ brightly colored. Then we can use this word brilliant. Brilliant എന്നൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. Then we can use the word vivid. Vivid we discussed before. Vivid means very clear. ഭയങ്കര ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യത്തെ പറ്റി അല്ലെങ്കിൽ ഭയങ്കര ക്ലിയർ ആയിട്ടുള്ളൊരു കളറിനെ പറ്റി നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ you can use this word vivid in your IELTS speaking. Then we have rich. Rich എന്നൊരു വേർഡ് ഉണ്ട്. Rich means നമ്മളത് ഫുഡ് വൊക്കാബുലറിയിൽ ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു വേർഡാണ് rich. Rich means അതായത് ഫുഡിൻ്റെ കേസിൽ നമ്മൾ റിച്ച് എന്ന ഒരു മീനിങ് വരുന്ന സമയത്ത് ഡെയറി പ്രോഡക്ട്സ് ഒരുപാട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾ റിച്ച് എന്നൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കളർഫുൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കളേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വേർഡ് റിച്ച്. അത് ഒന്നിലധികം കളർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നൊരു വേർഡാണ് റിച്ച്. വി ക്യാൻ ഭയങ്കര കോമൺ ആയിട്ട് നമ്മൾ അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നൊരു വേർഡാണ് മൾട്ടി കളേർഡ്. അതായത് സിമ്പിൾ കളറല്ല, ഒരുപാട് കളേഴ്സ് ഒരു മെറ്റീരിയലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ക്ലോത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന കളേഴ്സിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് വേർഡ് മൾട്ടി കളർ ഇൻ യുവർ സ്പീക്കിംഗ്. ദെൻ വി ഹാവ് ഗോഡി എന്നൊരു വേർഡുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് വൈബ്രൻറ്റ്. വൈബ്രൻറ്റ് മീൻസ് ഭയങ്കര കളർഫുൾ നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ഇറ്റ് ഈസ് വെരി ലൈവ്ലി. ദെൻ വി ഹാവ് ഡ്രമാറ്റിക് എന്നൊരു വേർഡുണ്ട്. ആൻഡ് സോ ദാറ്റ് ഈസ് നമ്മൾ ചിലപ്പം ചില പാർട്ടീസിനൊക്കെ പോകുന്ന സമയത്ത് സം പീപ്പിൾ ലുക്സ് ലൈക്ക് കുറച്ചും കൂടി ഡ്രമാറ്റിക് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നൊരു വേർഡാണ് ഡ്രമാറ്റിക്. ദെൻ വി ഹാവ് പിക്കാരസ്ക് എന്നൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദെൻ വി ഹാവ് കൊളോക്കേഷൻസ് വിത്ത് കളർ. ഓൾ അഡ്ജക്റ്റീവ്സ് ഇൻ ദ സെയിം ലൈൻ ഹാവ് എ സിമിലർ മീനിങ്. നമുക്ക് കുറച്ച് കളർ റിലേറ്റഡ് കുറച്ച് കൊളോക്കേഷൻസ് ആണ് നമുക്ക് നോക്കാൻ പറ്റുന്നത്. ദെൻ വി ഹാവ് ബോൾഡ്, ബ്രൈറ്റ്, ബ്രില്യൻറ്റ്, ഗ്ലോയിങ്, ഇറിഡിസെൻറ്റ്, വൈബ്രൻറ്റ്, വിവിഡ്.
സോ ബോൾഡ് കളേഴ്സ് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഫാഷൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ അങ്ങനത്തെ ആർട്ടിക്കിളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്കറിയാവുന്നതാണ് ബോൾഡ് മീൻസ് കുറച്ചും കൂടി റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി കളർഫുൾ ആയിട്ടുള്ള കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള കുറച്ചും കൂടി ഡീപ്പ് കളേർഡ് ആയിരിക്കും ബോൾഡ്. ഇറ്റ് വുഡ് ബി ഡിഫറെൻറ്റ് ഫ്രം പേസ്റ്റൽ കളേഴ്സ് എന്ന് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ഒരു കളറിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വേർഡ് ബോൾഡ് ആൻഡ് ബ്രൈറ്റ് ആൻഡ് ബ്രില്യൻറ്റ് ആൻഡ് ഇൻ യുവർ IELTS സ്പീക്കിംഗ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഗ്ലോയിങ് മീൻസ് അത് എത്ര ബ്രൈറ്റ് ആണെങ്കിലും ലൈറ്റ് കളേഴ്സും രണ്ടും നമുക്ക് ഗ്ലോയിങ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. സോ അത് കുറച്ച് ഗ്ലിറ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വേർഡ് ഗ്ലോയിങ്. ആൻഡ് വി ഹാവ് ഇറിഡിസെൻറ്റ് ആൻഡ് വൈബ്രൻറ്റ് മീൻസ് ഭയങ്കര കളർഫുൾ. ആൻഡ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത വേർഡാണ് വിവിഡ് മീൻസ് വെരി ക്ലിയർ. ആൻഡ് വി ഹാവ് ഡാർക്ക് ആൻഡ് ഡീപ്പ്. സം കളേഴ്സ് ഭയങ്കര ഡാർക്ക് ആൻഡ് ഡീപ്പ് ആയിരിക്കും. ഫോർ എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് കളറിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ വി ക്യാൻ സേ അത് ഭയങ്കര ഡാർക്ക് ആൻഡ് ഡീപ്പാണെന്ന് നമുക്ക് പറയാവുന്നതാണ്. ആൻഡ് ദെൻ വി ഹാവ് ഇൻറ്റൻസ്, ലഷ്, റിച്ച് ആൻഡ് സ്ട്രോങ്. ഇൻറ്റൻസ് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അതും ഡാർക്ക് ആൻഡ് ഡീപ്പ് എന്നൊരു വേർഡിനോട് ചേർത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരേണ്ട സമയത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നൊരു വേർഡാണ് ഡാർക്ക് ആൻഡ് ഡീപ്പ് ആൻഡ് ഇൻറ്റൻസ്. ദെൻ വി ഹാവ് ലഷ്, റിച്ച് ആൻഡ് സ്ട്രോങ്. ദെൻ വി ഹാവ് ഫെയ്ഡഡ് മീൻസ് മങ്ങിയ എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്നൊരു വേർഡാണ് ഫെയ്ഡഡ്. ഓക്കെ, ദെൻ വി ഹാവ് ലൈറ്റ് കളേഴ്സ്. And Ranjini Jai Naya, yes, hi ma'am, good afternoon. Yes Ranjini, good afternoon. ആൻഡ് ഫെയ്ഡഡ് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ഫെയ്ഡഡ് എന്നുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വേർഡാണ് ലൈറ്റ് മീൻസ് ലൈറ്റ് കളേഴ്സ്. ദാറ്റ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ഡാർക്ക് കളേഴ്സ് നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കളറിനെ പറ്റിയാണ് നിങ്ങളുടെ സ്പീക്കിങ്ങിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വേർഡ് ലൈറ്റ് ഇൻ യുവർ IELTS സ്പീക്കിംഗ്. ആൻഡ് ദെൻ വി ഹാവ് മ്യൂട്ടഡ്. അതായത് ഫെയ്ഡഡ് അല്ലെങ്കിൽ ലൈറ്റ് അതേ സിറ്റുവേഷനിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു വേർഡാണ് മ്യൂട്ടഡ് മീൻസ് അത്ര ബ്രൈറ്റ് അല്ല, അത്ര കാര്യമായിട്ട് ബോൾഡായിട്ട് ഇറ്റ്സ് നോട്ട് സ്പീക്കിംഗ് ലൗഡ്. ഒരുപാട് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും സംസാരിക്കാത്ത മീൻസ് ഭയങ്കരമായിട്ട് അതൊന്നും കൺവേ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമുക്ക് മ്യൂട്ടഡ് എന്നൊരു വേർഡ് നമ്മുടെ IELTS സ്പീക്കിങ്ങിൽ ഒരു കളറിനെ പറ്റി നമുക്ക് യൂസ് ചെയ്യാം. ദെൻ വി ഹാവ് പെയിൽ മീൻസ് അതും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കണ്ടൊരു വേർഡാണ്. പെയിൽ മീൻസ് മങ്ങിയ എന്നുള്ളൊരു വേർഡിലാണ് ഒരു സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വേർഡാണ് പേസ്റ്റൽ ഓൾസോ. സോഫ്റ്റ് കളർ, സബ്ഡ്യൂഡ്, സറ്റിൽ നമ്മൾ ചില സമയത്ത് ചില മൂവീസ് അല്ലെങ്കിൽ ചില ബുക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സറ്റിൽ എലമെൻറ്റ്സ് എന്ന് പറയാറുണ്ട്. സറ്റിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അന്നേരം അത്ര പെട്ടെന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഫീച്ചേഴ്സ് അല്ല അങ്ങനത്തെ കളേഴ്സിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വേർഡ് സറ്റിൽ ഇൻ യുവർ IELTS സ്പീക്കിംഗ്. ദെൻ വി ഹാവ് ഗാരിഷ്, ഗോഡി, ലൗഡ്, ലൂറിഡ്. ആൻഡ് ഓട്ടംനൽ, എർത്തി, ഫോൾ. അതായത് കുറച്ച് എർത്ത് റിലേറ്റഡ് കുറച്ച് അങ്ങനത്തെ വേർഡ്സ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ കളേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഓട്ടംനൽ, എർത്തി, ഫോൾ അങ്ങനത്തെ വേർഡ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ വി ഹാവ് കൂൾ മീൻസ് നമുക്ക് ഭയങ്കര കൂളായിട്ടുള്ളൊരു കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര ബോൾഡൊന്നും അല്ലാത്ത നമ്മളെ കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആക്കുന്ന കളേഴ്സിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വേർഡ് ഇൻ യുവർ IELTS സ്പീക്കിംഗ്. ആൻഡ് ദെൻ വി ഹാവ് അട്രാക്റ്റീവ്. ഇഫ് ഇറ്റ് ഈസ് ആൻ അട്രാക്റ്റീവ് കളർ അല്ലെങ്കിൽ നിങ്ങൾ പറയാൻ പോകുന്ന കളറിൽ കുറച്ച് അട്രാക്റ്റീവ് ആണെന്ന് നിങ്ങൾക്ക് പറയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വേർഡ് അട്രാക്റ്റീവ്. ദെൻ വി ഹാവ് ബ്യൂട്ടിഫുൾ ആൻഡ് ലവ്ലി. സോ നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഒരു ലൈവ് സെഷനിൽ നമ്മൾ കുറച്ചധികം വേർഡ്സാണ് ഡിസ്കസ് ചെയ്തത്. കൊളോക്കേഷൻസ് വിത്ത് കളർ, ബോൾഡ്, ബ്രൈറ്റ്, ബ്രില്യൻറ്റ്, ഗ്ലോയിങ്, ഇറിഡിസെൻറ്റ്, വൈബ്രൻറ്റ് ആൻഡ് വിവിഡ്. ദെൻ വി ഹാവ് ഡാർക്ക് ആൻഡ് ഡീപ്പ്, ഇൻറ്റൻസ്, ലഷ്, റിച്ച് ആൻഡ് സ്ട്രോങ്. ദെൻ വി ഹാവ് ഫെയ്ഡഡ്, ലൈറ്റ്, മ്യൂട്ടഡ്, പെയിൽ, പേസ്റ്റൽ, സോഫ്റ്റ്, സബ്ഡ്യൂഡ് ആൻഡ് സബ്റ്റിൽ. Then we have garish, gaudy, loud and lurid. പിന്നെ നമുക്കുള്ള വേർഡ്സ് എന്ന് പറഞ്ഞാൽ autumnal, earthy, fall. Then we have cool. Then we have attractive, beautiful and lovely. So all these words we can use while we are handling IELTS speaking. And നമ്മൾ കളർ എന്നൊരു ടോപ്പിക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാൻ പാകത്തിന് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്പീക്കിംഗ് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡാണ്. ഓക്കെ, സീമ, യെസ് ഗുഡ് ആഫ്റ്റർനൂൺ മാം. യെസ് ഗുഡ് ആഫ്റ്റർനൂൺ സീമ. Okay. And a riot of color, a collection of many different colors. അതൊരു കളക്റ്റീവ് നൗണായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരുപാട് ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ ഒരു കളക്ഷനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വേർഡ് a riot of color in your IELTS speaking. For example, Sandra's rose garden is a riot of color. അതായത് ഭയങ്കര സാന്ദ്രാസ് റോസ് ഗാർഡൻ ഇസ് എ റൈറ്റ് ഓഫ് കളർ മീൻസ് അതായത് സാന്ദ്രയുടെ റോസ് ഗാർഡൻ റൈറ്റ് ഓഫ് കളർ മീൻസ് അവിടെ ഒരുപാട് നിറത്തിലുള്ള റോസ് ഫ്ലവേഴ്സ് ഉണ്ട്. സോ ഒരു കളക്ഷൻ ഓഫ് കളേഴ്സ്
കളേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ ആ സമയത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനെ പറ്റി നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വേർഡ് ഇൻ യുവർ IELTS സ്പീക്കിംഗ്. ചാന്ദ്രാസ് റോസ് ഗാർഡൻ ഇസ് എ റൈറ്റ് ഓഫ് കളർ. ആൻഡ് റൈറ്റ് ഓഫ് കളർ എന്നുള്ളൊരു വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് മെനി ഡിഫറെൻറ്റ് കളേഴ്സ്. Then we have striking. Striking means very attractive and unusual. Okay, ഭയങ്കര അട്രാക്റ്റീവ് ആണ് ആൻഡ് ഇറ്റ് ഈസ് അൺയൂഷ്വൽ. അതായത് നമ്മൾ നോർമലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കളേഴ്സിനെ അല്ലെങ്കിൽ കാഴ്ചയെക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണുന്ന ആൾക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വേർഡ് സ്ട്രൈക്കിംഗ് എന്നൊരു വേർഡ് നമുക്ക് നമ്മുടെ സ്പീക്കിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് വി ഹാവ് എൻ എക്സാമ്പിൾ ഹിയർ. ദി വുമൻ ഹി ഹാസ് വിത്ത് വാസ് വെയറിങ് എ സ്ട്രൈക്കിംഗ് ഔട്ട്ഫിറ്റ് ലാസ്റ്റ് നൈറ്റ്. ഓക്കെ, സോ നമ്മുടെ സ്ട്രൈക്കിംഗ് എന്നൊരു വേർഡ് അത്ര അൺയൂഷ്വൽ അല്ലാതെ നമ്മൾ എന്തെങ്കിലും നോട്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൻഡ് നമ്മളുടെ ആ ഒരു ഡെയിലി എവറി ഡേ നമ്മൾ കാണുന്ന കാര്യങ്ങളിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസമായിട്ട് നമ്മളെ കുറച്ച് അട്രാക്റ്റീവായിട്ട് ഒരു കളറിന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കളറിന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വേർഡ് സ്ട്രൈക്കിംഗ് ഇൻ യുവർ IELTS സ്പീക്കിംഗ്. ദെൻ വി ഹാവ് ഫ്ലവർ ബഡ്സ്. Flower beds, a piece of garden or park in which flowers are grown. He loves digging in his flower beds and complemented each color. Each part of the garden added something different to the other part so that garden as a whole became more attractive. So ഗാർഡൻ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവുന്നത് ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്ന സമയത്താണ്. ആൻഡ് വെനെവർ യു സേ ഇപ്പോൾ നിങ്ങൾ കളർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഗാർഡനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിലും യു ക്യാൻ ആഡ് ഓൾ ദീസ് വൊക്കാബുലറി ഇൻ യുവർ IELTS സ്പീക്കിംഗ്. ഓക്കെ, സോ ഇന്നത്തെ നമ്മളുടെ ലൈവ് സെഷനിൽ നമ്മൾ കളർ എന്നൊരു വേർഡ് ഡിസ്കസ് ചെയ്തിട്ടില്ല. എങ്കിൽ ഇൻ യുവർ പാർട്ട് 1, പാർട്ട് 3 നമ്മൾ കളർ എന്നൊരു വേർഡ് കിട്ടുന്ന സമയത്ത് ഏതൊക്കെ വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് നമ്മളുടെ ഫസ്റ്റ് സ്ലൈഡിൽ നമുക്കുണ്ടായിരുന്ന വേർഡ്സ് മീൻസ് ഷെയ്ഡാണ്. ഷെയ്ഡ് is a particular form of a color, especially when describing how light or dark it is. നമുക്ക് അതായത് ഷെയ്ഡ് മീൻസ് ഒരു ഒറ്റ പർട്ടിക്കുലർ കളർ എത്ര ലൈറ്റ് ആവുന്നതനുസരിച്ചും ഡാർക്ക് ആവുന്നതനുസരിച്ചും അത് ഷെയ്ഡ് മാറുന്നുണ്ടെന്ന് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്. സോ ഒരേ കളറിൻ്റെ തന്നെ പല രീതിയിലുള്ള അത് ലൈറ്റ് ആവുന്നതനുസരിച്ചും ഡാർക്ക് ആവുന്നതനുസരിച്ചും നിങ്ങൾക്ക് അതിനെപ്പറ്റി ആ ഒരു ഡിഫറൻസിനെ പറ്റി നിങ്ങൾക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വേർഡ് ഷെയ്ഡ് ഇൻ യുവർ IELTS സ്പീക്കിംഗ്. ആൻഡ് വി ഹാവ് എൻ എക്സാമ്പിൾ ഹിയർ. ദ സ്കൈ ബ്ലൂ ഇസ് എ ഷെയ്ഡ് ഓഫ് ബ്ലൂ. Okay, then we have hue. Hue means literary or technical. Okay, sorry, means അത് മീനിങ് അല്ല, പക്ഷേ ലിറ്റററി ഒരു ടെക്നിക്കൽ രീതിയിലാണ് നമ്മൾ ഹ്യൂ എന്നുള്ളൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എ കളർ ഓർ എ പർട്ടിക്കുലർ ഷെയ്ഡ് ഓഫ് കളർ. ഹിസ് ഫേസ് ടുക്ക് ഓൺ ആൻ അൺഹെൽത്തി വൈറ്റിഷ് ഹ്യൂ. അതായത് ഒരേ കളറിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഷെയ്ഡിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വേർഡാണ് ഹ്യൂ, എ കളർ ഓഫ് എ പർട്ടിക്കുലർ ഷെയ്ഡ് ഓഫ് എ കളർ. Then we have tint. Tint means a shade or small amount of a particular color, a faint color covering a surface. അതായത് ഏതെങ്കിലും ഒരു സർഫസ് കവർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് പർട്ടിക്കുലർ കളർ, ഒരു കൊച്ച കളറിൻ്റെ തന്നെ സ്മോൾ എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ കുറച്ച് ഭാഗം മാത്രമേ കാണുന്നുള്ളൂ, അവിടെ അധികം മങ്ങിയതുപോലെയുണ്ട്. ഐ മീൻ ബാക്കിയുള്ളതിൻ്റെ ഒരു ബ്രൈറ്റ് ഭാഗമൊക്കെ മാറിപ്പോയതുപോലെ കുറച്ച് ചെറിയ രീതിയിൽ നമുക്കൊരു കളർ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വേർഡാണ് ടിൻറ്റ്. ഷെയ്ഡ് ഓർ എ സ്മോൾ എമൗണ്ട് ഓഫ് എ പർട്ടിക്കുലർ കളർ, എ ഫെയിൻറ്റ് കളർ കവറിങ് എ സർഫസ്. ഓക്കെ, അവിടെ ഒരു എക്സാമ്പിൾ ഉള്ളത് ലീവ്സ് വിത്ത് റെഡ് ആൻഡ് ഗോൾഡ് ഓട്ടം ടിൻസ്. ഓക്കെ, ദെൻ വി ഹാവ് ടിഞ്ച്. അതായത് ടിൻറ്റ് എന്നൊരു വേർഡിനോട് ചേർത്ത് വെച്ച് തന്നെ അല്ലെങ്കിൽ ആ ഒരു മീനിങ്ങിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നൊരു വേർഡാണ് ടിഞ്ച്. ടിഞ്ച് മീൻസ് എ സ്മോൾ എമൗണ്ട് ഓഫ് കളർ. ദർ വാസ് എ പിങ്ക് ടിഞ്ച് ഇൻ ദ സ്കൈ. അതായത് ഒരു നേരിയ രീതിയിലൊരു കളർ ഉണ്ടെങ്കിലാണ് ടിൻറ്റ് എന്നൊരു വേർഡ് നമ്മൾ മങ്ങിയ എന്നുള്ള രീതിയിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടിഞ്ച് മീൻസ് ഒരു നേരിയ കളർ ഉണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് വേർഡ് ടിഞ്ച് ഇൻ യുവർ IELTS സ്പീക്കിംഗ്. Then we have some collocations. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത കുറച്ച് collocations ആണ് ടു യൂസ് വിത്ത് കളർ ഓർ ഷെയ്ഡ് ഓർ ഹ്യൂ ഓർ ഹിൻറ്റ്. ഒരു കളറായിട്ടോ ഒരു ഷെയ്ഡായിട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് collocations ആണ് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തത്. We have a warm color, a rich color, a shade or a warm shade അല്ലെങ്കിൽ rich shade അങ്ങനെയൊക്കെ നമുക്ക് അല്ലെങ്കിൽ കുറച്ച് ഭയങ്കര റിച്ച് ആയിട്ടുള്ള കളറാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് സംസാരിക്കുന്നതാണ്. ഈ വേർഡ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ദെൻ വി ഹാവ് എ ബ്രൈറ്റ്, വിവിഡ്, വൈബ്രൻറ്റ്, ഡാർക്ക്, ഡീപ്പ് കളർ, ഡീപ്പ് ഷെയ്ഡ് ഓർ ഹ്യൂ. അതായത് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് ഓൾ വേർഡ്സ് ഇൻ IELTS സ്പീക്കിംഗ്. ദാറ്റ് ഈസ് എ ബ്രൈറ്റ് മീൻസ് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ യു ക്യാൻ സേ ഇറ്റ് ആസ് ബ്രൈറ്റ്. ദെൻ യു ക്യാൻ കോൾ ഇറ്റ് ആസ് വിവിഡ്. Then we have vibrant. Vibrant means ഭയങ്കര കളർഫുൾ, ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ളൊരു കളറിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വേർഡ് വൈബ്രൻറ്റ്. ആൻഡ് ആ ഒരു കളർ കൊടുക്കുന്ന ആ ഒരു ഇമോഷനെ നിങ്ങൾക്ക് വൈബ്രൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇമോഷനെയും കൂടി നമുക്ക് പറയാവുന്നതാണ് വൈബ്രൻറ്റ് എന്നൊരു വേർഡ് വെച്ചിട്ട്. Then we have dark, deep color and deep shade and hue.
Then we have a pale. Pale means കുറച്ച് മങ്ങിയ എന്നുള്ള രീതിയിൽ. ദാറ്റ് മീൻസ് കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ളൊരു കളറിനെ പറ്റിയാണ് അല്ലെങ്കിൽ ഒരു ഷെയ്ഡിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വേർഡ് എ പെയിൽ. ദെൻ വി ഹാവ് പേസ്റ്റൽ, സോഫ്റ്റ് ഓർ സട്ടിൽ ഓർ ഡെലിക്കേറ്റ് കളർ. സോ ഇത്രയും വേർഡ്സ് നമ്മളൊരു ലൈറ്റ് കളറിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വേർഡ്, ഓൾ ദീസ് വേർഡ്സ് ഇൻ യുവർ സ്പീക്കിംഗ്. ദെൻ വി ഹാവ് എ ലൈറ്റ് ഓർ സ്ട്രോങ്, ന്യൂട്രൽ ഓർ നാച്ചുറൽ കളർ. അതായത് പെയിൽ എന്നുള്ള പെയിൽ, പേസ്റ്റൽ എന്ന് പറയുന്ന ആ ഒരു മീനിങ്ങിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വേർഡ്സ് ആണ് ലൈറ്റ്, സ്ട്രോങ്, ന്യൂട്രൽ ഓർ നാച്ചുറൽ കളർ. ആൻഡ് വീണ്ടും നമ്മൾ കുറച്ച് സിനോണിംസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഫോർ കളർഫുൾ എന്ന് നമുക്ക് പറയണമെങ്കിൽ ഇറ്റ് ഇസ് ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ ഭയങ്കര കളർഫുൾ ആണ് നമ്മൾ പറയുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട ഒരു സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിനോണിംസ് ആണ് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തത്. ദാറ്റ് ഇസ് ബ്രൈറ്റ്ലി കളേർഡ് ഓർ ബ്രൈറ്റ് കളേർഡ്. Then we have brilliant എന്ന് നമുക്കൊരു വേർഡ് യൂസ് ചെയ്യാം. Then we have vivid, rich, multicolored, gaudy, vibrant, lively, dramatic, picturesque. ഓക്കെ, പിക്ചറസ്ക് നമ്മൾ ഇതിന് മുമ്പ് ട്രാവൽ വൊക്കാബുലറി നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞൊരു വേർഡാണ്. അത് ബ്യൂട്ടിഫുൾ സീനറിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വേർഡാണ് പിക്ചറസ്ക്. ഓക്കെ, എപ്പോഴും ഒരു ബ്യൂട്ടിഫുൾ സീനറി വരുന്ന സമയത്ത് അത് ഭയങ്കര ലൈവ്ലി ആയിരിക്കണം അല്ലെങ്കിൽ വൈബ്രൻ്റ് ആയിരിക്കണം. സോ ഇൻ ദാറ്റ് സെൻ യു ക്യാൻ ഇൻക്ലൂഡ് ദിസ് വേർഡ് ഇൻ യുവർ IELTS സ്പീക്കിംഗ്. Okay, then we have some other collocations. അതായത് bold and bright, brilliant, glowing, iridescent, vibrant and vivid. പിന്നെ നമുക്കുള്ള വേർഡ് dark and deep, പിന്നെ intense, lush, rich and strong. All these words we can use while we are speaking about a color. And we have faded, light, muted, pale, pastel, soft, subdued and subtle. അതായത് അതായത് നമ്മൾ കുറച്ചും കൂടി ലൈറ്റർ എലമെൻസിനുള്ള ഒരു കളറിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ യു ക്യാൻ യൂസ് all these words in your IELTS speaking. Then we have garish, gaudy, loud and lurid. Then we have autumn, autumnal, earthy and fall. That words, all these words we can use. അതായത് നമ്മൾ കുറച്ച് എർത്ത്ലി, കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് we can use all these words. We have cool, attractive, beautiful and lovely. And a riot of color, അതായത് ഒരു കളക്ഷൻ ഓഫ് കളറിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വേർഡ് റൈറ്റ് ഓഫ് കളർ ഇൻ യുവർ സ്പീക്കിംഗ്. ദെൻ യു ഹാവ് സ്ട്രൈക്കിംഗ്. സ്ട്രൈക്കിംഗ് മീൻസ് കുറച്ച് അൺയൂഷ്വൽ അല്ലാതെ, അല്ലെങ്കിൽ യൂഷ്വൽ അല്ലാതെ എന്തെങ്കിലും നമ്മൾ നോട്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ സ്ട്രൈക്ക് എന്നൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ വി ഹാവ് ഫ്ലവർ ബഡ്സ് ആൻഡ് കോംപ്ലിമെൻറ്റഡ് ഈച്ച് അതർ. ദാറ്റ് ദീസ് ടു വേർഡ്സ് വി ക്യാൻ യൂസ് ഇൻ എ ഗാർഡൻ. ഒരു ഗാർഡൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഗാർഡനെ പറ്റി നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് രണ്ട് വേർഡ്സ് ആണ് ഫ്ലവർ ബഡ്സ് ആൻഡ് കോംപ്ലിമെൻറ്റഡ് ഈച്ച് അതർ. സോ നമ്മളെ ഇന്നത്തെ ലൈവ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നിങ്ങളുടെ സ്പീക്കിങ്ങിൽ കളർ എന്നൊരു ടോപ്പിക്ക് കിട്ടുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പാകത്തിനുള്ള കുറച്ച് വേർഡ്സ് ആണ്. സോ ഇന്നത്തെ ഈ ഒരു എല്ലാ വേർഡ്സും നിങ്ങളുടെ സ്പീക്കിങ്ങിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ലൈവിലുണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.